മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TV നിങ്ങൾക്കായി ഒരുക്കുന്ന പ്രഭാത വിരുന്നിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് താല്പര്യപൂർവ്വം പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നവരാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 39:5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളെക്കുറിച്ച് നേരത്തെ പ്രഭാഷകൻ എഴുതി വെച്ചതുപോലെ നമുക്ക് തോന്നും. ഒരു ഭക്തനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുക. സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താൽപര്യപൂർവ്വം അവൻ എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ഇത് നമ്മുടെ പ്രഭാതശീലമാക്കി നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അതിരാവിലെ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് എല്ലാം ദൈവപാദങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് നമ്മൾ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ദൈവപാദങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടുകൂടി ഇന്ന് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, ഇല്ല നമ്മളെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പോലും നമുക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമുക്കിന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പദ്ധതിയായി പ്ലാനായി കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് തൊട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ, വിശുദ്ധരുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഈ ദിവസത്തെ, നമ്മുടെ ജീവിതത്തെ മൊത്തമായി സമർപ്പിച്ചുകൊണ്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ദിവസത്തെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവമാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ ദൈവകൃപ നിറഞ്ഞ കുടുംബങ്ങളായി തീരാൻ ഈ പ്രഭാതം നമുക്കൊരു നിയോഗം വയ്ക്കാം. ഏതെങ്കിലും തകർന്ന കുടുംബങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ സ്വന്തത്തിലോ ഉണ്ടെങ്കിൽ അതെല്ലാം, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്കിന്ന് ഒരു നിയോഗമായി സമർപ്പിച്ച് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മളൊരു വചനഭാഗമായിട്ട് എടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. അതിപ്രകാരമാണ്: കർത്താവിൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആളുകളോട് കർത്താവ് അല്പം ഗൗരവപൂർവ്വം പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല.
അപ്പോൾ നിങ്ങൾ പറയും, നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും. ഈ വിഷയം നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം നമ്മൾ എടുക്കുകയാണ്. കാരണം നമുക്ക് കിട്ടുന്നൊരു ശാസന ഇതിൻ്റെ പിറകിലുണ്ട്. ദൈവത്തെ അന്വേഷിക്കാതെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ. പ്രഭാതം മുതൽ ഉള്ള നമ്മുടെ എല്ലാ വ്യഗ്രതകളും ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. ആ കാര്യം എങ്ങനെയാകും, ഈ കാര്യം എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദൈവരാജ്യം അന്വേഷിക്കാൻ, ദൈവത്തെ അന്വേഷിക്കാൻ, കണ്ടെത്താൻ, ആ കണ്ടെത്തിയ അനുഭവങ്ങളെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാനൊക്കെ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 32:15 അതിനകത്ത് പറയും, പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം ദാനങ്ങളല്ല, ദൈവത്തെ തന്നെ, ദാതാവിനെ തന്നെ നൽകുന്നു. കൃപ ലഭിക്കും. കൃപ മാത്രമല്ല, അവൻ തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കും എന്ന് കർത്താവ് നൽകിയ വാഗ്ദാനം ഇതിനോട് ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് ഓർമ്മിക്കാം. പക്ഷേ നമുക്കറിയാം, തമ്പുരാൻ പോലും നമ്മളെ തള്ളി പറയുമോ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാകട്ടോ പലപ്പോഴും കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരാത്തത്. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആരുടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് എടുത്തു കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ബലിയർപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും 100 വാണിങ്ങുകൾ, ശാസനകളൊക്കെ നമ്മൾ പലപ്പോഴും എന്നും കേൾക്കുന്നത്. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, കർത്താവിനെ അന്വേഷിക്കുന്നവനാ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുക. ഈ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന രീതികൾ നമുക്ക് കുറവാണ്. കാരണം നിങ്ങളും ഞാനുമൊക്കെ വളരെ പരമ്പരാഗതമായ വിശ്വാസ സംഹിതകളിൽ ഉറപ്പിക്കപ്പെട്ട, അന്വേഷിച്ച് പുതുതായിട്ടൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള ഒരു പരിതോവസ്ഥയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിൽ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭയിലൂടെ ലഭിക്കുന്ന 100 അനുഗ്രഹങ്ങൾ എന്നും കുർബാന നമ്മളത് ചൊല്ലുന്നതാണ്, നമ്മൾ ഓർക്കണേ. അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കും ഞങ്ങൾക്ക് പറ്റാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നവൾ ഓർക്കുന്ന കാര്യമാണ്. എന്നാലും പലതും നമ്മുടേതായിട്ട്, നമ്മുടെ നേട്ടത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ കണ്ടെത്തിയതാണെന്ന് വിചാരിച്ച് തമ്പുരാൻ ഇല്ലെങ്കിലും മുമ്പോട്ട് പോകാമെന്നുള്ള വൃദ്ധാർഷ്യം അത് നമ്മൾ കാണുന്ന സങ്കീർത്തനം 14:1 മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ പറഞ്ഞു എന്നാ പറയുക. മൂഢനായവന് അവൻ ദൈവത്തെ അന്വേഷിക്കാത്തവനാണ്. ദൈവത്തെ അന്വേഷിക്കാത്തവരെല്ലാവരും വേണേ മൂഢന്മാരെന്ന് വിളിച്ചോളൂ. നമ്മളും ചിലപ്പം മൂഢന്മാരായി തീരുന്നത് നമുക്കറിയാം. കാരണം തമ്പുരാനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാതെ, ചിന്തിക്കാതെ, പലപ്പോഴും നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ദൈവത്തിന് സ്ഥാനമൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ഈ ദൈവാന്വേഷണം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഈ ഭാരതത്തിലെ ദൈവാന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയാൽ നിങ്ങളത് പഠിക്കണം. കാരണം ഒരുപാട് ദൈവാന്വേഷകരുടെ ഒരു നാടാണ് ഭാരതം. ഭാരത സംസ്കാരത്തിൽ കിടപ്പുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണ് ഋഷിമാർ, അവർ ദൈവാന്വേഷകരാണ്. അതുകൊണ്ട് ആർഷഭാരതം എന്ന പേര് പോലും നമ്മുടെ നാട്, നമ്മുടെ രാജ്യത്തിനുള്ളത്. അന്ന് ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം പണ്ടില്ലായിരുന്നു എങ്കിൽ പോലും ഈ ഒരു പാരമ്പര്യം, ആധ്യാത്മിക പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നൊരു കാലമില്ലാഞ്ഞോ, അന്നേരം നമുക്ക് കാണാണ്ട് പഠിക്കാൻ തന്നിരുന്ന ഒരു പദ്യഭാഗം ഞാനിപ്പോൾ ഓർക്കുക. അത് മറ്റൊന്നുമല്ല, രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. അറിയാം, വഞ്ചിപ്പാട്ട് പാടുന്നവർ അത് പാടിക്കൊണ്ടിരിക്കുക. അത് പാടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിനകത്തൊരു ദൈവികമായ സന്ദേശം കിടപ്പുണ്ട്. ഭഗവാൻ കൃഷ്ണൻ്റെ പക്കലേക്ക് ഈ കുചേലൻ, സഹപാഠിയായ കുചേലൻ പോവുകയാണ്. ഇവിടെ ദാരിദ്ര്യമാണ്. ഭാര്യ പറഞ്ഞ് പഞ്ഞം കിടന്ന് മടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ സഹപാഠി എന്നല്ലേ പറയുന്നത് കൃഷ്ണൻ, ദ്വാരകയില്ലേ, പോയി വല്ലതും ചോദിക്ക്, തരും. കുറച്ച് അവലും എന്തെങ്കിലും കാഴ്ച കൊടുക്കാൻ കുറച്ച് അവൽപ്പതിയുമായിട്ട് പോകുന്ന കുചേലൻ്റെ ചിത്രമൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പദ്യപാഠമായിട്ട് പണ്ട്, ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, അതില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അന്യമതങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്ന ദൈവിക വെളിച്ചത്തെയൊക്കെ കണ്ടറിയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയായി മാറുമെന്ന് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്യമതങ്ങളിൽ കാണുന്ന നല്ല മാതൃകകളെ നമുക്ക് ശ്രദ്ധിച്ചുകൂടെ? അപ്പോൾ അങ്ങനെ ഈ കുചേലൻ എന്ന് പറയുന്ന സങ്കല്പ കഥാപാത്രങ്ങളാണ് കേട്ടോ ഇവരൊക്കെ.
പോവുകയാ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ സഹപാഠിയായ ദൈവത്തെ ഭഗവാനെ കാണാൻ പോവുക. അത് കഥകൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. ഇവിടെയൊക്കെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന മനോഹരമായ ചില കാര്യങ്ങളൊക്കെ കുറേശ്ശെ വെളിച്ചം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമ്മളത് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വചനങ്ങൾ, തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പറയും നമുക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളില്ലേ. അല്ല, തമ്പുരാൻ വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. സങ്കീർത്തനം 27:10 നമ്മൾ വായിക്കുമ്പോൾ, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നാ പറയുക. അത്രയും ധൈര്യപൂർവ്വം പറയാൻ ദൈവത്തിന് കഴിയും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട്. അതുപോലെ എത്രയോ മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-41 കാണുക. ദൈവം ഇടപെടുന്നു നമ്മുടെ ജീവിതങ്ങളിൽ. അവൻ നമ്മളെ നയിക്കുകയാണ്, അവനിലേക്കാണ് നയിക്കുന്നത്. ദൈവം മറ്റൊന്നിലേക്ക്, ദൈവം നയിക്കുന്ന ദൈവത്തിലേക്കാണ് എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ പേര് ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാൻ. അതുപോലെ തന്നെ അമ്മ നിന്നെ മറന്നാലും മറക്കില്ല എന്ന് പറയുന്ന തമ്പുരാൻ. നീ എനിക്ക് ബലപ്പെട്ടവനും പ്രിയങ്കരനും ഒക്കെ ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ കൊണ്ടുനിൽക്കുമെന്ന് പറയും തമ്പുരാൻ. അത്രയും മഹത്തരമായ ആശയങ്ങൾ മാത്രമല്ല ഇത് അനുഭവമായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് ഒരനുഭവമാണ്. അതുകൊണ്ട് അന്വേഷിക്കണമെന്നാണ് പറയുക. ദൈവത്തെ അന്വേഷിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ദൈവാന്വേഷണം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടിയ വിശ്വാസം കൊണ്ട് ജീവിക്കുകയല്ല നമ്മൾ ചെയ്യുക. നമ്മൾ എന്നും ദൈവ അനുഭവങ്ങളിൽ തേടുന്നവരാകുമ്പോൾ ദൈവം നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് മാറും. അപ്പം നമുക്കറിയാം ഈ അന്വേഷണം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 29:13 വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇല്ലെന്ന് പറയണ്ട, കണ്ടെത്താത്തതാണ് നമ്മുടെ കുഴപ്പമെന്ന് പറയും. അതുപോലെ തന്നെ ഇതേ നിയമാവർത്തന പുസ്തകം 4:29, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനും സർവ്വശക്തിയോടും നിങ്ങൾ ദൈവത്തെ തേടണമെന്ന് കൽപ്പനയാണ് നമുക്ക് നൽകുക. 55 യെശയ്യാ 55:9 നമ്മൾ എടുക്കുമ്പോൾ, കണ്ടെത്താനും കഴിയുന്ന ഇപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കണം എന്നാണ് പറയുക. നമ്മൾ പലപ്പോഴും അനുഷ്ഠാനത്തിൽ പെട്ടുപോയിട്ട് കിടക്കുമ്പോൾ അന്വേഷണം ഇല്ലാതാകും. ആ അനുഷ്ഠാനം നമ്മൾ തൃപ്തിപ്പെടുന്ന അല്ല, ദൈവത്തെ ഇതിൻ്റെ ഈ അനുഷ്ഠാനത്തിൻ്റെ പിറകിലൊക്കെ ദൈവ അനുഭവങ്ങളെ നമ്മൾ തേടിപ്പോകണം. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം എന്നൊക്കെ പറയുന്നത് വീണ്ടും നമുക്ക് ഒരുപാട് വചനങ്ങളുണ്ട്. സങ്കീർത്തനം 34:8 അതിനകത്ത് പറയുന്നത് എന്താ? അന്വേഷണത്തെ നമുക്ക് അനുഭവമാക്കി തരിക. ദൈവം എത്രയോ മാധുര്യവാനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം. ഈ അനുഭവിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ദൈവ അനുഭവങ്ങൾ എന്തുമാത്രം ആഴത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതാണ്. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ അതൊക്കെ ദൈവ അനുഭവങ്ങളായിട്ട് നമ്മൾ മാറുമ്പം പ്രാർത്ഥന എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോകണം നമുക്ക് തോന്നുകയില്ല. നമ്മുടെ വിശുദ്ധ ബലികൾ, അവിടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ ഈ കൂദാശികൾ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ്റെ ഒരു കുർബാന നമുക്കൊരു നിർവൃത്തിയായി മാറുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ, അതിനകത്ത് ദൈവമുണ്ടല്ലോ, ദൈവം കർത്താവ് എപ്പോഴും അങ്ങനെയാണ്, അവൻ തന്നെയാണ് വചനം. അപ്പോൾ ഈ വചനങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഒരു വലിയ പൂർണ്ണതയായിട്ട് മാറുക, നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി മാറുകയാണ് നമുക്കറിയാം. പിന്നെ നമുക്ക് വാർഷിക ധ്യാനങ്ങൾ അല്ലെങ്കിൽ ധ്യാന സെൻറ്ററുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവ അനുഭവങ്ങൾ ഇതൊക്കെയുണ്ട്. പിന്നെയും നമ്മൾ ഓർക്കണേ, കഷ്ടപ്പാടുകളിലൂടെ 119 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പം, കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു, അതുപോലെ ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു. നോക്കണേ, സഹനങ്ങളിലൂടെ യോബിൻ്റെ പുസ്തകമൊക്കെ നമുക്ക് നൽകുന്ന ആ വലിയ മാതൃക അതാണ്. അവസാനം പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നു, നിന്നെ കണ്ടിട്ടില്ലായിരുന്നുവെന്ന്. എന്തൊരു വെളിപ്പെടുത്തലാത്! നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടു. നമ്മളൊക്കെ തമ്പുരാനെക്കുറിച്ച് എന്തുമാത്രമായ എല്ലാ ദിവസവും കേൾക്കുക. കണ്ടിട്ടുണ്ടോ നീ നിൻ്റെ ദൈവത്തെ? അനുഭവിച്ചിട്ടുണ്ടോ നീ നിൻ്റെ ദൈവത്തെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഈ ദൈവാന്വേഷണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ. വിശന്നും ദാഹിച്ചും, വിത്ത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് വി മസ്റ്റ് സീക്ക് ഗാഡ് എന്ന് പറയുന്നൊരാശയമുണ്ട്. അത് യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. വിശന്നവരാ ക്രിസ്തുവിനെ തേടി വന്നത്, ദാഹിച്ചവരാ കർത്താവിനെ തേടി വന്നത്. അതുകൊണ്ട് വിശപ്പും ദാഹവും, വിത്ത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് വി മസ്റ്റ് സീക്ക് ഫോർ എ ഗാഡ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടൊരാശയമാണ്. നമുക്ക് അതിലേക്കൊക്കെ വളരാനാവട്ടെ. അതുകൊണ്ട് നമുക്ക് തമ്പുരാനെ കണ്ടെത്തുക മാത്രമല്ല, അനുഭവിച്ചറിയുകയും ഈ അനുഭവിച്ചറിഞ്ഞ തമ്പുരാനെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും വേണം. എനിക്കൊരു സുഹൃത്തുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും അതിന് സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം ചെയ്തൊരു കാര്യം, ഞാൻ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ച് ഉന്തിത്തള്ളി നമ്മുടെ മുരിങ്ങൂരുള്ള ധ്യാന സെൻറ്ററിൽ വിട്ടു.
അന്ന് ധാരാളം ആളുകൾ അവിടെ മുരിങ്ങൂർ വരുന്ന സമയമാണ്. ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് മുരിങ്ങൂർ ധ്യാന സെൻറ്ററുകളിലൊക്കെ. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് ഒരു വലിയ ദൈവാനുഭവത്തോടെ, വചനാനുഭവത്തോടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പല സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിന് ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, കൂട്ടുകാരെ പലരെ കണ്ടു. തന്നെ ഒരാഴ്ച കാണാനില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് പോയതാ. എടാ, നമ്മൾ കേട്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരുപാട് ആളുകളെ മുരിങ്ങൂർ ധ്യാന സെൻറ്ററിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരും. എല്ലാ ഞായറാഴ്ചയും വരും. അവരെ ഈ ധ്യാന സെൻറ്ററിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകും. എനിക്ക് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ആ കാലത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിറ്റേ വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ധ്യാനം തീരുന്ന ദിവസം വരും, കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ 10-20 പേരുടെ ഒരു സംഘം പോലും അദ്ദേഹം ജീവിച്ചിരുന്ന ആ നാട്ടിലുണ്ടായി എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ കാര്യമാണ്. നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ തമ്പുരാനെ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയാതെ മാറി നിൽക്കുന്നത്. അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിശബ്ദരായിത്തീരുക. നമുക്ക് നമ്മുടെ ദൈവ അന്വേഷണത്തെ തുടരാം. തമ്പുരാനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിന് അർത്ഥവും എൻ്റെ ജീവിതത്തിന് ശക്തിയും നൽകുന്ന, ഞാൻ കണ്ടെത്തിയ ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ ജീവിതം അത്ര മനോഹരമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഓർത്തുകൊണ്ട് ഒരുപാട് നന്മകൾ സ്വീകരിച്ചവരായ നമുക്ക് നമ്മുടെ ഉള്ളിലെ ദൈവം ഒരു അനുഭവമായി മാറുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ തിരുമുമ്പാകെ അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിലും ശക്തിയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ത്രിത്വായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മരിയ കൂടാരങ്ങളിൽ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവദൂതന്മാരെ, കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെ നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധനെയോ വിശുദ്ധയെയോ നമുക്ക് പ്രത്യേകം അനുസ്മരിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിക്കാം. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനെ, നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായിരിക്കുന്ന വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ നമുക്ക് പ്രത്യേകം അനുസ്മരിക്കാം. കാവൽ മാലാഖയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. മരിയൻ കൂടാരങ്ങളിൽ വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഗുഡ്നസ് ടീവിലെ എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യാതനകളും പ്രാർത്ഥനകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എല്ലാവർക്കും വേണ്ടി കർത്താവിന് സമർപ്പിക്കാം. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്?
നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായെ, മെത്രാൻ സംഘത്തെ, വൈദിക വൃന്ദത്തെ, സന്യസ്തരെ, സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ എല്ലാം ഓർത്തുകൊണ്ട് ഇവരുടെയൊക്കെ മാധ്യസ്ഥവും സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ ഈ ദിവസത്തെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ കൃപ അനുഭവം നമുക്ക് നൽകുന്ന, സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.